അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ഗെയിം വരുന്നത് നീഡ് ഫോർ സ്പീഡ്. ദ ഫസ്റ്റ് നീഡ് ഫോർ സ്പീഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. പബ്ബേരി. അപ്പോൾ ഇതാണ് പഴയ ഇൻട്രോ. ക്വാളിറ്റി ഒക്കെ പറ്റ കുറവായിരിക്കും. എത്ര എനിക്ക് തോന്നുന്നു 4080p സംതിങ് ആണ്. നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നത് തന്നെ 720pയിലാണ്. അത് വേറെ കാര്യം. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. മെനുവൊക്കെ നോക്കിയാൽ എന്താ ഈ 3 ഓപ്ഷൻസ്. ഈ മോഡേൺ സീരീസ് പറയണത് മറ്റേ മൾട്ടിപ്ലാറ്റ് കളിക്കുന്ന ആ പരിപാടിയാണ്. വെച്ചാൽ 2 കൺട്രോളർ വെച്ച് കളിക്കുന്ന ആ സംഗതിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കാറ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്പണൻസിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൊക്കേഷൻ നോക്കട്ടെ, കുറച്ച് വെട്ടിച്ചിട്ട് സിറ്റി, ബീച്ച് അത്രേ ഉള്ളൂ അല്ലേ. സിറ്റി എടുക്കാം. പിന്നെ ഹെഡ് ടു ഹെഡ് വണ്ടി അത് വേണം, ഇതെടുക്കാം അല്ലേ, ബോർഗീനി. പിന്നെ ഹെഡ് ടു ഹെഡ് റേസ് റേസ് അമർത്തുക. ഈ കളിയിലേക്ക് കിടക്കാം. ഓക്കെ, അതാണ് കേട്ടോ ഗ്രാഫിക്സ്. 3 ക്യാമറ മോഡൽ വരുന്നുണ്ട്. ഇന്റീരിയർ അത് പിന്നെ ഇതോ ഈ 2 ഇതിപ്പോൾ എത്ര ഉണ്ടാവും ഗെയിം. ലാപ്പ് കാണിക്കുന്നത്, ലാപ്പ് കാണിക്കണില്ലേ? ഇപ്പം എന്താ ഒരു പ്രീ എന്നുള്ള ശബ്ദം കേൾക്കണേ. ഓ പോലീസ്. അപ്പം 2 ലാപ്പാണുള്ളത്. ഒന്ന് അല്ലല്ല, ലാപ്പല്ല, മൈൽസിന് കണക്കാ. അപ്പം അത്ര മൈൽസ് കഴിയുമ്പോൾ റേസ് ചെയ്യും. ഓക്കെ, ഇതൊരുമാതിരി ഉണ്ട് കൺട്രോള്. എന്തൊക്കെ ഒരു ചൊറിച്ചില്. ഫസ്റ്റ് എനിക്ക് നോക്കിയിട്ട് കാണുന്നില്ല അത് വണ്ടിയാണെന്നുള്ളൊക്കെ അടുത്തെത്തിന ഷോട്ടോ അറിയണേ. ദൂരത്തു നിന്ന് മനസ്സിലാവണ തേങ്ങ വണ്ടിയാന്ന്. അയ്യ അയ്യ യാ മോനെ, നോക്കില കളിക്കുന്ന ഗെയിമില്ലേ അതേ പറഞ്ഞിട്ട് കാണേ. ഇതിപ്പോ കമന്ററി അടിക്കാൻ ഉണ്ടാവില്ലല്ലോ ഇതിനിടക്ക്. നമ്മള് പറക്കാട്ടാ. ഓ പോലീസിനെ തട്ടിയായിട്ട് രീതിയിൽ പോയി. തേങ്ങ തട്ടിയ വണ്ടിന് 0.8 മൈൽ കൂടി ഇപ്പൊ കഴിയും. 0.6 0.5 തേങ്ങ ടേണ് 0.3 0.2 0.1 കളിയായി കഴിഞ്ഞ് 2 മിനിറ്റ് ഉള്ളേന്. അതത്രേ ഉള്ളൂ. അപ്പം അതാണ് ഇന്നത്തെ കളി. ഇതിലേക്ക് ഒന്ന് വേറെ മോഡ് അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഇല്ല. അപ്പൊ ജസ്റ്റ് ഇതിലുള്ളത് ഇങ്ങനെ റേസ് കളിക്കുന്ന പരിപാടി മാത്രമാണ്. ഞാനിപ്പോൾ കളിക്കാൻ പോണ ഒരു ഇതെല്ലാ ഗെയിമിലും ഇങ്ങനത്തെ മോഡ് പരിപാടി ഉണ്ടാവും. എന്നുവെച്ചാൽ ജസ്റ്റ് ഒരു റേസ് കളിക്കുന്ന പരിപാടി ഉണ്ടാവും. ഇപ്പം മിക്കവാറും എല്ലാത്തിലും അങ്ങനെ കളിക്കലായിരിക്കും, അല്ലാണ്ട് കഴിയൂല. കരിയർ മോഡ് എടുത്തില്ല. അത് അങ്ങനെ ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യാം, ഓരോ ഗെയിമിലും ഗെയിം പ്ലേ ആയിട്ട്. അതിൻ്റെ മുന്നേ 2-3 വീഡിയോസ് ഇടാണ്ട്, അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് പിന്നെ ഇടാം. അപ്പം ഇതാണ് 1. എസ്സിയിലേക്ക് കിടക്കാം. ഇത് ഞാൻ വേറെ കുറച്ച് ഒരു ഇത് കൂടി തരാം. 1994 നീഡ് ഫോർ സ്പീഡ് 1 ഇറങ്ങുന്ന SCR എഡീഷൻ. അതാണ് ഇപ്പം നമ്മൾ കളിച്ചത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നീഡ് ഫോർ സ്പീഡ് 2 1997 റിലീസ് ആവുന്നത് കേട്ടോ. അപ്പം ഇതാണ് നീഡ് ഫോർ സ്പീഡ് 2 SCR സ്പെഷ്യൽ എഡീഷൻ എന്നാട്ടോ. അപ്പോൾ ഗെയിം സെറ്റപ്പ്, ലൊക്കേഷൻ, 1 പ്ലെയർ, റേസ്, ഓപ്പണന്റ്, അങ്ങനെയുള്ള നേരത്തെ കണ്ട എല്ലാ പരിപാടികളും. കട്ട്സീനൊക്കെ ഉണ്ട്. ഗെയിം പ്ലേ കട്ട്സീൻ തന്നെ അതിൽ വരുന്നത്, മറ്റേ റിയലിസ്റ്റിക് കട്ട്സീൻ അല്ല. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേയിലേക്ക് കിടക്കാം. റേസ് എടുക്കുക. റേസ് എടുത്ത് നേരെ റേസിലേക്ക് പോലെ ആയിരിക്കും മിക്കവാറും. അതെ, നേരെ റേസിലേക്ക് പോയി. അപ്പം കഴിഞ്ഞ ഗെയിമിൽ നിന്ന് കാണാൻ ഇത്തിരി കൂടി രസമുണ്ട്. ഇതിലങ്ങനെ ഇതിന് മറ്റേ ഇന്റീരിയർ ക്യാമറ ഒഴിവാക്കിയിട്ട് പോലെ. റേസ് തുടങ്ങിയ അറിഞ്ഞില്ല. ഇന്റീരിയർ ക്യാമറ പോയി. നൈസ്. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി കാണാൻ ഇത്തിരി കൂടി ദൂരത്തുള്ള എന്തൊക്കെ സംഭവിക്കുന്നത് കാണുന്നുണ്ട്. ഒരു ബ്ലറി പിക്സലേറ്റഡ് അല്ല, അത്യാവശ്യം ഷാർപ്പാണ്. ഈ റേസ് അത്യാവശ്യം ഉണ്ട്. അപ്പം നമുക്ക് ഒരു ലാപ്പിൽ ഈ റേസ് നിർത്താട്ടോ. ഈ റേസ് അത്യാവശ്യം ഉണ്ട്. ആരാടെ പടക്കം പൊട്ടിക്കുന്ന വാക്കുന്നേ. അപ്പം ഇതാണ് നീഡ് ഫോർ സ്പീഡ് 2. ഏതാ അപ്പോൾ ഗ്രാഫിക്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 1994 പറഞ്ഞത്, 498 ഒക്കെ എത്തിയപ്പോഴത്തിന് ഈ ഒരു ലെവൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഗെയിമിലൊക്കെ വന്നത്. അപ്പം പക്ഷേ ആ ഒരു ഇത് പോപ്പിങ്ങിൻ്റെ പരിപാടി ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പോകുന്നത് എപ്പോഴാണ് 2000 സംതിങ്ങിലായിരിക്കും. ഇതിലൊക്കെ ആ പോപ്പിംഗ് പരിപാടി ഉണ്ട്. അതിനകത്ത് ലോങ്ങുള്ള പോപ്പായി വരുന്നത്. പക്ഷെ കൊള്ളാട്ടോ. സൈഡുകളിലൊക്കെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് ആ സമയത്ത് ഇതൊക്കെ 1 സെറ്റപ്പ് ഗെയിമായിരിക്കും. ആ സമയത്ത് കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ 1 സെറ്റപ്പ് ഗെയിമായിരിക്കും.
നമുക്ക് ഹൈ എൻഡ് പി സിയിലൊക്കെ റണ്ണാണ് ഗെയിമൊക്കെ ആണെങ്കിൽ അതൊക്കെ അല്ല മോനെ എയറിൽ പറഞ്ഞു അതെന്താ ഓടിച്ച് അടിപൊളി. ഇതിനടുക്ക് ഇങ്ങനെ കൊണ്ടാക്കാൻ പറ്റുമൊന്നും ചെയ്യും. ഇതിൽ വൈകി നമുക്കൊരു കാറിന് ഇടിച്ച് വീത്തിലുള്ള പരിപാടിയൊക്കെ ഇതിലുണ്ട് കേട്ടോ. അതിക്ക് കാണിച്ചു തരാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ ഒരു ലാപ്പായി. ഇപ്പോൾ എത്ര 1 മിനിറ്റ് ഇപ്പം തന്നെ അയക്കണേ. അപ്പോൾ ഇതാണ് നീഡ് ഫോർ സ്പീഡ് 2. ഇനി നമുക്ക് 3 വരുന്നുണ്ട്. അപ്പം ഇനി അതിലേക്ക് കിടക്കാം. ബൈ ദ വേ ഈ എഡീഷനിൽ ആൾട്ട് F4 വർക്കൗട്ടാ. മറ്റേ ഫുൾ സ്ക്രീൻ നമ്മൾ ആക്കി ചെയ്യാം. ഇതിൽ നമുക്ക് ഫുൾ സ്ക്രീൻ ആയിക്കോളും. അപ്പോൾ നീഡ് ഫോർ സ്പീഡ് 3. അപ്പം 3ലേക്ക് കയറുന്നതിന് മുന്നേ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ഗെയിം 1 വർഷത്തിന് ഗ്യാപ്പിലാണ് വന്നത്. പിന്നെ വേറെ ചെറിയ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഈ ഗെയിം എടുക്കുന്ന ടൈം കൂടെ ഞാൻ പൊതുവെ 3-1 സ്റ്റാർട്ട് പറയാനില്ല. അപ്പം മറ്റേ 2 പറയാൻ വിട്ടു വയ്ക്കണം. ചെറുതായിട്ട് എന്തെങ്കിലും മിസ്മാച്ച് വരാൻ മതിയാവും. ഉറപ്പൊന്നുമില്ല ചിലപ്പം. അപ്പം ഒന്ന് ക്ഷമിക്കുക. ഇൻട്രോ എന്തോ മര്യാദയ്ക്ക് കാണുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ 1 പ്ലെയർ എടുക്കുക. സിംഗിൾ റൈസ് ഹോട്ട് പാരസ്യൂട്ട് ലോക്ക്ഡൗൺ ടൂർണമെൻ്റ് ഒക്കെ ഉണ്ട്. സിംഗിൾ റൈസ് എടുത്താൽ പോലെ സിംഗിൾ റൈസ് എടുക്കാം. പ്ലെയർ കാറ് കോർവെറ്റ് ആണ്. കാറൊക്കെ സെലക്ട് ചെയ്യാൻ ചെയ്യും. അപ്പോൾ നമുക്ക് തൽക്കാലത്ത് ഡിഫോൾട്ട് കളിക്കാം. ലൊക്കേഷൻ മാത്രം നോക്കാം. ലാപ്പ് ഇന്നത്തെ ഒരു 2 ലാപ്പ് മിനിമം. ഓക്കെ 2 മാപ്പ്. വേറെ ട്രാക്കാനെ മാറ്റില്ല അങ്ങനെയോ അല്ലല്ലോ. ഡയറക്ഷൻ മിററുടെ അതാ മോളിൽ റോക്ക് പിടിച്ച് സബ്മീറ്റർ റോക്കി പാസ് ഓടിച്ച് അക്വാട്ടിക്കോ എന്താ അക്വാട്ടിക്. അപ്പം അക്വാട്ടിക് എന്താ അറിയില്ല, അത് നോക്കാം എന്താണ്. ഒരു സിറ്റി മരത്ത് എഴുതിയല്ലേ. ഓ 3-1 ഗോ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ ഇല്ലേണ്ടി. അപ്പം അതൊരു വലിയ ഡിഫറെൻ്റ് ആണ്. പിന്നെ മാപ്പ് ഇമ്പ്രൂവ് ആയി. മാപ്പിൽ മറ്റേ മുന്നിലുള്ള മുന്നേ സാധനം ഓടാവുന്ന ആ സംഗതി പോയി. അപ്പം അതുമാതിരി ഫിസിക്സ് മാറി. ഫിസിക്സ് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഒരു വണ്ടി തന്നെ മര്യാദയ്ക്ക് തിരിക്കും. മറ്റൊരു വണ്ടി എന്താ മറ്റേ നടുക്കൊരു മറ്റേ പോസ്റ്റിന് മറ്റേ എന്താണ് പറയുക, ഒരു പിന്നുമലി പേപ്പർ ചേർക്കാനുണ്ടാവും. അതുമാതിരി ഉണ്ട് ഇനി. ഇതിപ്പോൾ ഇത്തിരി കൂടി എന്താണ് വണ്ടി നിരങ്ങുന്ന്, അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്സ് അത്യാവശ്യം ചേഞ്ചായി. 1 വർഷത്തിൽ ഫിസിക്സ് മാറി. 1 വർഷത്തിൽ വന്ന മെയിൻ ഇമ്പ്രൂവ്മെന്റ്. പക്ഷെ ഗ്രാഫിക്സ് ഇമ്പ്രൂവ്മെന്റ് വന്ന് നോക്കടാ. 1 വർഷം കൊണ്ട് വന്നത് അത്ര ഇമ്പ്രൂവ്മെന്റ്. വണ്ടിയെ മാറി നിൽക്കും. ഒന്നെങ്കിൽ ഇടത്തത് വലത്തും. ഇത് 2 വലത്ത് കളിക്കുന്ന വണ്ടി മര്യാദയ്ക്ക് റേസ് ചെയ്യാൻ അമ്മി. വണ്ടിയുടെ ഇപ്പൊ എന്താണ് പറയാ, കൈമൽ നിൽക്കുന്നത്. നമ്മളെന്താ വണ്ടിയാണ് പോണതെന്നുള്ളൊരു ഫീൽ ഉണ്ട് ഇപ്പോട്ടോ. മറ്റേ എന്തോ കുറച്ചുകൂടി ഒരു മെനുണ്ട്. പക്ഷെ വണ്ടി ടേൺ ആവുന്ന പരിപാടി ഇപ്പോഴും റെഡി ആയില്ല. വണ്ടി ടേൺ ആവുന്നത് എങ്ങനെ അറിയോ, നമ്മൾ നെക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് വണ്ടി ടേണായി തുടങ്ങുന്നത്. ഒരു ലേറ്റൻസി അല്ല ശരിക്കും വണ്ടി ടേൺ ആവുന്നത്. പക്ഷെ പതുക്കെ ടേൺ ആയി തുടങ്ങി പിന്നെ ഒരു ടേൺ ആവില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അത് മുൻകൂട്ടി കണ്ടറിഞ്ഞ് നമ്മൾ ടേൺ ചെയ്യണം, എന്നാലേ പെട്ടെന്ന് ടേൺ ആവുള്ളൂ. ഇല്ലപ്പോഴുള്ള ഗെയിമിൽ ക്വിക്കായിട്ട് ടേൺ ആവുന്നില്ല. അക്വാട്ടിക് കാരണം ഇതായിരിക്കും അല്ലേ, വെള്ളത്തിനടിയുള്ള വ്യൂ. ഒരു ലാപ്പ് കളിക്കലുണ്ടാവുള്ളൂ കേട്ടോ. ഇത് അത്യാവശ്യം ലോങ് ആവുന്നില്ല ലാപ്പ്. ഇന്നെ തട്ടി ചേക്കന്നെ തട്ടിക്കഞ്ഞി ഓണടിക്കുന്നു കേട്ട് മാറിക്കങ്ങോട്ട്. ഈയടെ ഈ ചെങ്ങായി പതുക്കെ പോണ നോക്കിയാ അവിടെ ഓവർടേക്ക് അമ്മയ്ക്ക് ചേടോ കേങ്ങ ഓനെ പൊളിക്കാൻ പൊളിച്ചിനിയേ. എടാ എന്താടാ അത് ഫോണിട്ട് മിസൈലൊന്നും ഇല്ലാണ്ടായി പേര് തീർത്തിന് തന്നെ. ഇത് മറ്റേ ഗെയിമിലൊക്കെ വെച്ചപ്പോൾ ഇത്രയും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. തേങ്ങ അത്. പക്ഷെ ഗ്രാഫിക്സിൽ വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സൈഡിലൊക്കെ 2D തന്നെയാണ്, ബട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് വന്നത് ഫുൾ 2D തന്നെ. ഇപ്പൊ അത് ഷേപ്പും കാര്യങ്ങളൊക്കെ കുറെ 3D ആയിക്കണ്. ആ ഒരു സൈഡിലുള്ള വ്യൂ പോലത്തെ കുറെ സാധനം ഉണ്ടല്ലോ, വ്യൂ ആയിട്ടുള്ള അതൊക്കെ 2D ആയിട്ട് നടക്കുന്നുള്ളൂ. ഇപ്പൊ ഇടിച്ചു പോയ സാധനം അതും 2D ആ. അല്ലാണ്ട് ബാക്കിയുള്ളൊക്കെ അത്യാവശ്യം വൃത്തിയായിക്കണ്. കണ്ടോ ആ ഒരു ബോക്സ് ആയിട്ട് വന്ന് കൊള്ളാം കാണാം അല്ല. പിന്നെ കണ്ടോ ആ വണ്ടി ഇങ്ങനെ പോണ വയ്ക്കുക, അങ്ങനെ 8 കാലിൻ്റെ കാല് കളിക്കുന്ന അങ്ങോട്ടും കൊണ്ട് കിടക്കണ് സാധനം. കണ്ടോ ഇൻ്റെ അഞ്ഞത്തേക്ക് വരുന്നത് എന്തിന് വൈ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് എന്നിട്ട് ഹോൺ അടിക്കുക. അല്ല ഞാൻ കൊടുക്കുന്നതിന് എൻ്റെ ബാക്ക് നിന്ന് ഹോൺ അടിക്കുന്നത് തെണ്ടി. എൻ്റെ ബാക്ക് നിന്ന് ഹോൺ അടിക്കുന്നത് അത് കൊള്ളാം. ക്യാമറ താവുന്നത് ഒരാപ്പ് മതി. തേങ്ങ പ്രാന്താന്ന് കളിച്ചിട്ട്
ഫിസിക്സ് എല്ലാം ചേഞ്ച് ആയിക്കണം മറ്റേന്ന് വെച്ച് നോക്കുമ്പോൾ കേട്ടോ. അപ്പം അതാണ് നീഡ് ഫോർ സ്പീഡ് 3. അപ്പം ഇതിപ്പോൾ ഉള്ള ഗെയിം ഏതാ വെച്ചാൽ നീഡ് ഫോർ സ്പീഡ് 4 അല്ല, അതിനകത്ത് പേരുണ്ടല്ലോ, ഹൈ സ്റ്റേക്ക്. ഇനി നമ്പർ ഒരു വിട്ട് ഈ ഹൈ സ്റ്റേക്ക് പറഞ്ഞ ഈ ഗെയിം വരുന്നത് 1999 എന്ന് വെച്ചാൽ 2000 ആ ഒരു മുന്നേ ആണ് വരുന്നത്. അപ്പം ഹൈ സ്റ്റേക്ക് അല്ലേ, ഇനിയിപ്പോൾ അതാണുള്ളത്. അപ്പം 2000 എന്ന് വെച്ചാൽ 1900 സംതിങ്ങിൽ അവസാനമായിട്ട് വന്ന ഗെയിമാണ് നീഡ് ഫോർ സ്പീഡ് ഹൈ സ്റ്റേക്ക്. ബൈ ദ വേ അതിൻ്റെ EXയിൽ നീഡ് ഫോർ സ്പീഡ് 4 എന്ന് തന്നെ കേട്ടോ എഴുതിയത്. റെസൊല്യൂഷൻ ഒന്നുകൂടി കുറഞ്ഞൊക്കെ തോന്നുന്നു. ഇതിൽ കരിയർ പ്ലേ എന്ന് പറഞ്ഞ സംഗതി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് എസ്റ്റാബ്ലിഷ് റേഷ്യൻ സർക്യൂട്ട് മണി ബൈ കാർസ് ആൻഡ് വിൻ ട്രോഫീസ്. അപ്പോൾ ഇതിലാണ് തോന്നുന്നു ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കരിയർ മോഡ് വരുന്നത് നീഡ് ഫോർ സ്പീഡിൻ്റെ. പക്ഷേ നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത് സിംഗിൾ പ്ലെയർ ആർക്കേഡ് ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ റേസ് മാത്രം മതി നമുക്ക് നിലവിൽ. അപ്പോൾ സിംഗിൾ റേസ് ഇതെടുക്കുക, പ്ലെയർ വേണ്ടാക്ക മതി. പിന്നെ ഇനിയിപ്പോൾ പേരിടായിട്ട പോർഷെ ലൊക്കേഷൻ ഇവിടെ എന്താ ഇവിടെ അങ്ങനെ മാറ്റായി. ഡയറക്ഷൻ മിറേഡ്. അപ്പോൾ അവിടെ അങ്ങനെ മാറ്റായി. ഇവിടെയാണ് ലൊക്കേഷൻ മാറ്റത്. ഡോൾഫിൻ കേവ്, കിഡിക് പാർക്ക്, റൂട്ട് ഡ്രൈവ്, ദുർഹംസ് റോഡ്, സ്നോയി റൈഡ് ഒന്നും വേണ്ട. ഡോൾഫിൻ കേവ് അല്ല, കേവ് അല്ല, കോവ് അല്ലെങ്കിൽ ലാൻഡ് സ്ട്രെസ്. ഡോൾഫിൻ്റെ നോക്കട്ടെ, അസിസ്റ്റ് ഓഫ് പ്ലെയറിനെ ഒക്കെ മതി. തിരക്കടിക്കാത്തല്ലേ ഓട്ടാ വലിയ വിഷയം. അപ്പം ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ എന്താ മാറ്റം വെച്ചാൽ ഫിസിക്സ് തന്നെ തോന്നുന്നുണ്ട്. എനിക്ക് ഫിസിക്സ് ഒത്തിരി വണ്ടി നിരങ്ങി പോണായി തോന്നുന്നുണ്ട്. ഉണ്ട് വണ്ടി നിരങ്ങുന്നുണ്ട് പെട്ടെന്ന് ഇപ്പോൾ. പിന്നെ ലൊക്കേഷൻ വൈസ് പുറത്തോട്ട് നോക്കിയാൽ ആ ഒരു വൃത്തി ഉണ്ട് കാണാൻ. നമ്മളിപ്പോൾ ഓർക്കുമ്പോൾ ഇപ്പോൾ GTA Vice City ഇങ്ങനത്തെ ഓർക്കുമ്പോൾ ആ ഒരു ആർട്ട് അല്ല, എന്താ പറയുക, ആ ഒരു തരം ഗ്രാഫിക്സ് ഉണ്ട്, ആ ഒരു ലെവല്, അങ്ങനത്തെ ഒരു ഗ്രാഫിക്സ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ ഗ്രാഫിക്സ് ഡാമേജ് മോഡൽ വണ്ടി ഡാമേജ് ആവുന്നുണ്ട്. അത് അപ്പോൾ ഇതിലുള്ള ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. നൈസ്. തേങ്ങ ട്രാക്ക് അത്യാവശ്യം വലുതാവുന്നുണ്ട്. പക്ഷെ വണ്ടി നിരങ്ങി കൈമെന്ന് പോണ പരിപാടിയൊന്നുമില്ല. വണ്ടി ഡാമേജ് ആവുന്നുണ്ട്. അതിൻ്റെ ടയർ കണ്ടോ കളിക്കുന്നത്. ഷെറ്റ്. അപ്പോൾ അത് ഇടിക്കുന്ന വെച്ചിട്ട് വണ്ടി ഡാമേജ് ആവും. കൊള്ളാം. ഇതിൽ കുറച്ചുകൂടി എന്താണ് ഇങ്ങനത്തെ ഒരു റിഫ്ലക്ഷനും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ചുകൂടി വൃത്തിയാക്കിയാണ്. പക്ഷെ എന്നാലും ഒരു ജിട്ടറിങ് എന്തായാലും അറിയില്ല പറയല്. അല്ല ജിട്ടറിങ് തന്നെ അല്ലേ. ഒരു മൊത്തത്തിലൊരു ചാട്ടം ഇളക്കുന്നത്. വെള്ളച്ചാട്ടം കേസ്, വെള്ളച്ചാട്ടം. 4K വെള്ളച്ചാട്ടം. തേങ്ങ വണ്ടി നേരെ പോകണമെങ്കിൽ വണ്ടി ഡാമേജ് ആവുന്നുണ്ട് തോന്നുന്നു. എൻജിന് സസ്പെൻഷനൊക്കെ പറഞ്ഞിട്ട് കണ്ടാല് മീറ്റർ കയറുന്നത് ഡാമേജ് ആവുന്നുണ്ട്. ഇപ്പോൾ വണ്ടി ആക്ച്വലി പണിയായിരിക്കണ്. ഈ ലാപ്പ് എത്ര ഇടയിൽ ലാപ്പ് പകുതി പകുതി അത്യാവശ്യം. ഇതെന്തോ വലിയൊരു സുഖം തോന്നുന്നില്ല ആക്ച്വലി ഗെയിം. എനിക്ക് 1 ഭയങ്കര ഇഷ്ടമായി. 1 2 എന്തോ ഭയങ്കര ഇഷ്ടമായി. 1 2 മാത്രം. എന്തോ ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കരിയർ മോഡ് ഉള്ളതുകൊണ്ട് ചിലപ്പം ഇതായിരിക്കും ഇത്തിരി കൂടി സക്സസ് ആയിട്ടുള്ള ഗെയിമിൻ്റെ രൂപത്തിൽ. ഇത്തിരി കൂടി എന്താണ് എന്തൊരു ഒരു തീമുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ളതിനൊക്കെ. അപ്പോൾ ആ ഒരു തീമുള്ള സ്ഥിതിക്ക് ഈ ഡോൾഫിനാണ്. അപ്പോൾ ഡോൾഫിൻ എന്താന്ന് പറഞ്ഞിട്ട് ഫൈനൽ ലാപ്പ് ഞാനില്ല. അപ്പം ഇതാണ് നീഡ് ഫോർ സ്പീഡ് 3. ഇങ്ങനത്തെ ഒരു ഗ്രാഫിക്സ് ഒക്കെയാണ് വരുന്നത്. വാവും സൂര്യൻ റോങ് വേ. അത് നീങ്ങണുണ്ടോ? ഒരു ശ്രദ്ധിച്ച് നോക്കിയ അത് കണ്ടോ? ഓക്കെ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ച് നോക്കിയ ആക്കെ എന്താ നമ്മൾ അങ്ങോട്ട് വേണം വെച്ചാൽ അങ്ങോട്ട് വേണം. ആ ഒരു പരിപാടി അല്ലേ അങ്ങനത്തെ ഒക്കെ എന്താ ഒരു പരിപാടി. കൊള്ളാം, നൈസായിക്കണം എന്തായാലും. അപ്പോൾ ഇതാണ് നീഡ് ഫോർ സ്പീഡ്. ഇതേ പേര് പറഞ്ഞു 4 തൽക്കത്തിൽ അങ്ങനെ അറിയാം 4. അപ്പോൾ ഇതാണ് 4. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇനി അടുത്ത ഗെയിമാണ് നീഡ് ഫോർ സ്പീഡ് പോർഷെ എഡിഷൻ. അപ്പോൾ ഈ പോർഷെ എഡിഷൻ വരുന്നത് അൺലീഷ്ഡ് പോർഷെ പറഞ്ഞിട്ട് ഉള്ളൊരു വെർഷനാണ്. അപ്പോൾ ഈ ഗെയിം വരുന്ന വർഷം എന്ന് പറയുന്നത് 2000-ലാണ്. 2000 വരുന്ന ആദ്യത്തെ ഗെയിമാണ് നീഡ് ഫോർ സ്പീഡിൻ്റെ. അപ്പം ഈ ഗെയിമിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഈ ഒരു 2000 പറയുമ്പോൾ ഒരു വർഷം തന്നെയല്ലേ, 1999 ഒരു വർഷം ഗ്യാപ്പിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുള്ള ഈ ഗെയിമിൽ അറിയാൻ പറ്റും. ഞാൻ എൻ്റെ ഈ ഫോണിൽ ഫ്ലാഷ് ഓൺ ആയിട്ടാണ്, അതുകൊണ്ട് ഫോണിലേക്ക് നോക്കാനില്ല. ഫോണിൽ നോക്കി പിന്നെ സ്ക്രീനിലൊക്കെ ഒരു തേങ്ങ കാണില്ല. അപ്പോൾ ഇൻട്രോ ഒക്കെ ഉണ്ട്. ക്വാളിറ്റി ഇപ്പോഴും 480 360 ആ ഒരു ക്വാളിറ്റി ഒക്കെ തന്നെയാണ് ഇപ്പോഴും, വലിയ മാറ്റമൊന്നുമില്ല.
ഇത് സ്കിപ്പ് ചെയ്യാനും പറ്റൂലേ? പറ്റും. അപ്പോൾ ഇതാണ് പോർഷെ എഡിഷൻ. ഗ്രാഫിക്കലി വലിയ ചേഞ്ച് ഉണ്ടാവുന്നൊന്നും വലിയൊരു ഉറപ്പില്ല. പ്ലെയറിനൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് സിംഗിൾ പ്ലെയർ മൾട്ടിപ്ലെയർ സിംഗിൾ പ്ലെയർ അല്ല, മാറിപ്പോയി മൾട്ടിപ്ലെയർ ആയിപ്പോയി. നെക്സ്റ്റ് പ്ലെയർ ഡിഫിക്കൽട്ടി അഡ്വാൻസിൽ ഒരു ക്വിക്ക് റേസ് വണ്ടി ഏതാ വേണ്ടി? പുതിയ പോർഷെ എടുക്കാം. ആ കാലത്ത് പുതിയ പോർഷെ ഏതാ? കപ്പ് ഇതാണോ ആ കാലത്ത് ഏറ്റവും പുതിയ പോർഷെ? കുഴപ്പമില്ല, എന്നെ എടുക്കാം. ഞാൻ റേസിൻ്റെ ഓപ്ഷനോട് ഫുള്ള് ആനിമേഷനിലെ കളി. ഇത് ലാപ്പൊന്നും ഇല്ല ഉണ്ട്, ഒരൊറ്റ പോക്ക്. ഇന്റീരിയർ ക്യാമറ ആഡ് ചെയ്ത്. ഇത് 30 FPS ഉണ്ടാവുന്നത് അല്ലല്ല, 60ന്റെ മുകളിലാണല്ലോ. അപ്പൊ ഗ്രാഫിക്കലി ഇമ്പ്രൂവ്മെന്റ്. സ്റ്റിയറിംഗ് വലിയ കുഴപ്പമില്ല. അപ്പൊ അത്യാവശ്യം ഒന്ന് ലെവലായിട്ടുണ്ട്. അതെന്താ അങ്ങനെ ഞാൻ തയ്ക്കി പിടിച്ച ഇൻഡിക്കേറ്റർ കോണ പകുതി സൗണ്ട് മിസ്സിങ്. വണ്ടി നിരങ്ങണ സൗണ്ട് ഒന്നും കേൾക്കില്ല. അപ്പൊ ഒരു ഡാമേജ് സിസ്റ്റം ഇപ്പോഴും ഉണ്ട്. ഡാമേജ് സിസ്റ്റം ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഞാൻ ഡ്രിഫ്റ്റ് ചെയ്തിട്ടാണ് അവിടെ പോണേ. നേരെ ഓടിക്കാനുള്ള വയ്യൊക്കെ ഡ്രിഫ്റ്റ്. മോനെ ഡ്രിഫ്റ്റിങ് ഫിസിക്സ് ആക്ച്വലി അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ഇപ്പോൾ. ഇതിപ്പോൾ കളിച്ച് നോക്കിയാൽ എന്താ ഈ ഫിസിക്സ് അപ്ഗ്രേഡ് ആവാൻ കൊണ്ട് ഉദ്ദേശിച്ച് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതൊരു ഓഞ്ഞ ഫിസിക്സ് ആണ്, അത് വേറെ കാര്യം. ഇതൊക്കെ എന്ത് ഫിസിക്സാ പടച്ചോന്നെ അറിയാം. താങ്ക്സ്. നേരെ പോകാൻ സംഭവിക്കില്ല സാധനത്തിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്സിൻ്റെ അവസ്ഥ. പിന്നെ ഗ്രാഫിക്സ് വൈസ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നോക്കുമ്പോൾ ആ ലോങ് ഡിസ്റ്റൻസുകളൊക്കെ ഇതിലൂടെ എന്താ വൃത്തിയായിക്കണ്. എടാ എന്തിനാടാ ഇന്നതാക്കിയിട്ട് നിങ്ങൾക്ക്? ആ ലോങ് ഡിസ്റ്റൻസിലേക്ക് വരുന്നതൊക്കെ ഇതിലൂടെ. പിന്നെ ആ സൺഫ്ലവർ കൊള്ളാട്ടോ. അപ്പം അതൊക്കെയാണ് പിന്നെ വന്ന കുറേ മാറ്റങ്ങൾ ഇപ്പം കാണുന്നത്. കൊള്ളാം, ഗ്രാഫിക്കലി കാണാൻ ഇതിലൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഷാഡോസ് വണ്ടല്ലെങ്കിലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഷാഡോസ് ഉണ്ട്. ഓർക്കണം 2000 സംതിങ്ങിൽ PC കളിച്ച ഗെയിമാണ് ഇതൊക്കെ. അവളിപ്പോൾ ഓരോ ഗെയിമാണ് അതെന്ത് ഗ്രാഫിക്സ് എന്നൊക്കെ പറയും. ആ സമയത്ത് തേണ്ട് ഗ്രാഫിക്സ് അങ്ങനെ കാണുമ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കും ഇതൊക്കെ കണ്ടിട്ടാണല്ലോ അവൾക്കൊക്കെ ഇപ്പോഴുള്ള ഗ്രാഫിക്സ് കാണിച്ചു. അതെന്താ വേറെ കൂടി അതെന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞു പോയത്? ഞാടെ കുടുങ്ങിപ്പോയി. എൻ്റെ വണ്ടി പോവില്ല, ഡാമേജ് ആയി തോന്നുന്നു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ടേൺ ആവുന്നത്. ടയർ ഡാമേജ് ആയതാ, ഓട്ടോമാറ്റിക്കായിട്ട് ടേൺ ആവുന്നുണ്ട്. ഷിറ്റായല്ല. അവിടെ ഒന്ന് തൊടാണ്ട് തന്നെ പോണണ്ട. കാണിച്ചരാ ഡാമേജ് ആയത് കാണിച്ചരാ. ഒന്നും അല്ല, ഇതിൽ നേരെയുള്ള സ്ഥലത്തിട്ട് കാണിച്ചരാ. ഇപ്പൊ ഒന്നും ഞാൻ തൊടില്ല. വണ്ടി ടേൺ ആവണണ്ട. ഡാമേജ് ശതമാനം വയസ്സൊന്നും കാണിക്കില്ലല്ലേ? വാതിൽ ഇതൊക്കെ ഡാമേജ് ആയിന്നല്ലാണ്ട് കാണിയാ. ഫിസിക്സ് എന്തൊക്കെ ഇവിടെയൊക്കെ മെച്ചപ്പെട്ടാണ്. പക്ഷെ ഫസ്റ്റ് വന്ന ഗെയിമിന്റെ ആ ഫിസിക്സ് ഭയങ്കര എളുപ്പമാണ് കേട്ടോ കൺട്രോൾ ചെയ്യാൻ. ഇതൊരു മാതിരി ഓഞ്ഞ ഫിസിക്സ് ഇതിനാണ്ട് പിടിക്കണില്ല. അവിടെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ടേൺ കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ എത്ര പോകാണ്ടാവും ഇവിടെ? ഒരുപാടുണ്ടോ? ഞാൻ വല്ലാണ്ട് ലോങ് ആക്കണ്ട വെച്ചിട്ടാണ്. BGM ഉള്ള ഞാൻ മിക്കവാറും ഇതിൻ്റെ സൗണ്ട് ഉറക്കി വിട്ടു. അത് വേറെ കാര്യം. ഈ BGM ഒക്കെ ഇട്ടാൽ ചിലപ്പോൾ എനിക്ക് കോപ്പറേറ്റ് അടിക്കും. വാവ്, വണ്ടി തല തിരിച്ചിട്ട് വണ്ടിയുടെ തീരുമാനമായിട്ടുണ്ട്. അപ്പം അതിന് ഡാമേജ് സിസ്റ്റം ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം. അപ്പം നീഡ് ഫോർ സ്പീഡിൽ ആദ്യമുള്ള പരിപാടിയല്ലേ ഡാമേജ് സിസ്റ്റം ഒക്കെ? അത് പുതിയ അറിവ്. ഞാൻ ഈ ഗെയിം ആദ്യമായിട്ട് കളിച്ച ഗെയിം നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ്. പിന്നെ ഷിഫ്റ്റിൻ്റെ ഫേവറേറ്റ് ഗെയിം കേട്ടോ. അതിൻ്റെയൊക്കെ ആ ഒരു സെൻസർ സ്പീഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷിഫ്റ്റ് അടിപൊളിയാണ്. ഷിഫ്റ്റിൻ്റെ കട്ട ഫാനാണ് നീഡ് ഫോർ സ്പീഡിൻ്റെ. ഷിഫ്റ്റ് 1 and 2. 1 ആണ് എൻ്റെ ഫേവറേറ്റ്. അതിലാണ് ഇത്തിരി കൂടി ആ സെൻസർ സ്പീഡ് ഉള്ളത് കഴിഞ്ഞ റൈസ്. 1 ആണ് എൻ്റെ ഫേവറേറ്റ്. 2 തിരക്കടില്ല, ഗ്രാഫിക്കലി അടിപൊളിയാണ്. അപ്പം ഇതാണ് നമ്മളെ നീഡ് ഫോർ സ്പീഡ് 5 അല്ലെ പോർഷെ എഡിഷൻ. ഞാനൊരു ഫാനല്ല, എനിക്ക് അത്ര പിടിച്ചില്ലതും. അപ്പോൾ ഒരു കാര്യം ചെറുതായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, മറ്റേ ഇത് കഴിഞ്ഞിട്ടൊരു ഗെയിം ഉണ്ട് ഇനി. എന്താണ് ഹോട്ട് പെർസ്യൂട്ട് ഉണ്ട് ഗെയിം. ഹോട്ട് പെർസ്യൂട്ടിൻ്റെ 2 ഉണ്ട് ഇനി. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അതിൻ്റെ എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട്. എറർ അണ്ണോന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്താ എറർ എന്നറിയില്ല. അപ്പോൾ എന്തോ എററുണ്ട്. അപ്പോൾ നേരെ നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ആടി. അപ്പോൾ നമ്മൾ ഹോട്ട് പെർസ്യൂട്ട് പറഞ്ഞ സാധനം 2002 വെച്ചാൽ 2 വർഷം കഴിഞ്ഞ ശേഷം ഇറങ്ങിയ ഗെയിമാണ്. പിന്നെ നമ്മൾ നേരത്തെ കളിച്ച ഇതില്ലേ 2000 ഇറങ്ങിയ ഗെയിം, അത് കഴിഞ്ഞിട്ടൊരു ഗെയിം കൂടി ഉണ്ട്, മോട്ടോർ സിറ്റി ഓൺലൈനാണ്. പക്ഷേ നീഡ് ഫോർ സ്പീഡിൻ്റെ ഗെയിം അല്ലാത്തതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല. പിന്നെയുള്ള നീഡ് ഫോർ സ്പീഡിൻ്റെ ഗെയിമാണ് 2002 ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ടുള്ള ഗെയിമുണ്ട് 2003 ഇറങ്ങിയ ഗെയിം. അതാണ് ഇപ്പോൾ നമ്മൾ കളിക്കാൻ പോണത്, അണ്ടർഗ്രൗണ്ട്. ഇത് പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും. ചിലപ്പോൾ OG ടീംസിന് അറിയാൻ മതിയാവും, എല്ലാവർക്കും അറിയാൻ മതിയാവില്ല. എനിക്കറിയാം ഇനി. പക്ഷെ ഞാൻ ഇതിൻ്റെ മറ്റേ PSP വെർഷൻ ഉണ്ട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് മോസ്റ്റ് അണ്ടർ PSP എഡിഷൻ ഉണ്ട്. ഞാൻ അതൊക്കെ കളിച്ച്, അതൊക്കെ അടിപൊളിയാണ്. അങ്ങനെ കളിച്ചുകൊണ്ട് എനിക്ക് ഇതൊക്കെ അറിയാം ഈ ഗെയിമൊക്കെ.
അപ്പം ഞാൻ ആ ഒരു സമയത്ത് PC ടേബിളൊക്കെ ട്രൈ ചെയ്തു. അപ്പം മേരി കിടക്കാം. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഗോ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാൽ സ്റ്റോറി മോഡായിരിക്കും. ഞാൻ എടുക്കാൻ പോണ കിക്ക് റേസ് ആട്ടാ വൈദ്യ അയക്ക് നടക്കൂല. സർക്കിട്ട്, സ്പ്രിന്റ്, ഡ്രാഗ്, ഡ്രിഫ്റ്റ് അത് പറഞ്ഞപ്പോഴാ ഇതിൽ ഡ്രിഫ്റ്റ് പറഞ്ഞ സാധനം ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം കളിച്ചൊക്കെ നേരെയുള്ള സർക്യൂട്ട് റേസ് ആയതുകൊണ്ട് സർക്യൂട്ട് റേസിന് എടുക്കാം. സ്പ്രിന്റ് ഉണ്ട് A2B പറഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ പോർഷെ അതിൻ്റെ ഇതിൽ കണ്ട മാതിരിയുള്ളത് ലൂപ്പ് അടിക്കാണ്ടുള്ള. സർക്യൂട്ട് പറഞ്ഞാൽ സാധാ സർക്യൂട്ട്. മൾട്ടി ലാപ്പ് റേസ് അഗേൻസ്റ്റ് 3 അപ്പോണന്റ്. സ്പ്രിന്റ് എടുക്കാം, കുറച്ച് വെറൈറ്റി ആട്ടെ. വണ്ടി മാറ്റായോ, ഹോണ്ടൻ്റെ വണ്ടി ഉണ്ട്. ആനിമേഷനൊക്കെ കൊള്ളാട്ടോ. ഹോണ്ട സിവിക്ക് മാസ്റ്റർ എടുത്താലോ? അല്ലേ വേണ്ട. ഡോഡ്സോ ഇത്ര ഓടിച്ചിന് വണ്ടിയാ ഷിറ്റ്. മിസ്തുബിഷി, ടൊയോട്ട, എക്ല, മാസ്റ്റർ, RX-7 അത് മതി. RX ഉണ്ടായിട്ടോ, ബാക്കിയുള്ള കാറൊക്കെ നല്ല കഥ. നെക്സ്റ്റ് മൈക്രോഡേ കേട്ടെ. ട്രാൻസ്മിഷൻ ഓട്ടോ എനിക്കാവില്ല ഉണ്ടാക്കാൻ. വൈദവേ ഇതിൽ ഓപ്പൺ വേൾഡ് ഉണ്ടെന്നാ തോന്നുന്നത്. ഇതിൽ ഓപ്പൺ വേൾഡ് ഉണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. എന്തായാലും ഓപ്പൺ വേൾഡ് ഉണ്ടോ? ഞാൻ ആ ഗെയിം പ്ലേ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഓപ്പൺ വേൾഡ് ഉണ്ട്, ഓപ്പൺ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യത്തിൽ വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ റേസ് കളിക്കുന്ന വീഡിയോ ഒന്നും ഇടാൻ എനിക്കാവില്ല. എന്തായാലും അതുണ്ടാവും കേട്ടോ. റേസസ് കേച്ചപ്പ്, ട്രാഫിക്, അപ്പോണ സ്കില്ല്. ട്രാഫിക് വേണ്ട, എനിക്കാവില്ല ട്രാഫിക്. ഓക്കെ, ഇതിലാണ് ഈ അപ്ഗ്രേഡിങ്, കസ്റ്റമൈസേഷൻ, ഒരു ചവറാണ് സാധനമാണ്. അത് ഇനി അങ്ങോട്ടുള്ള ഗെയിമൊക്കെ കളിക്കാൻ രസമായിരിക്കും. ഇനി അങ്ങോട്ടാണ് ഗെയിമായത്. ടെർബോ ഉണ്ട്, പക്ഷെ ടെർബോൻ്റെ കീ എന്തൊക്കെയാണ്? ഷിഫ്റ്റ് ആണോ ഇതാണോ എന്നാണോ? ഞാൻ കീബോർഡ് വട്ടം തരണ കൂടെ റേസ് ചെയ്യണ കാര്യം പറഞ്ഞു. ഇതിന് നൈട്രോ ഇല്ല. നൈട്രോൻ്റെ വട്ടനാ തപ്പിയേ. അതായത് ഇതിൽ വണ്ടി നല്ലോണം നിരങ്ങും, അതൊരു കാര്യമാണ്. ഇത് കൺട്രോൾ ചെയ്തത് കളിച്ച് മറന്നു ഈ കളിയൊക്കെ. കളിക്കാണ്ട് ഇങ്ങനത്തെ കളിയൊക്കെ മറന്നു വയ്ക്കണം. അതുകൊണ്ട് ഈ കൺട്രോൾ ചെയ്യാണ്ടാവില്ല, അത് വേറെ കാര്യം. ട്രൈ ചെയ്യാത്തായാലും മാക്സിമം ട്രൈ ചെയ്യാം. കേച്ചപ്പ് എന്തായാലും ഈ ഗെയിം നല്ല കണ്ട ഓർമ്മ ഉണ്ടേ. ഞാൻ ആദ്യം ഈ ഗെയിം കളിക്കല്ലേ ഇനി ആദ്യം കട്സീനൊക്കെ ഈ ഗെയിം ഇങ്ങനെ കളിക്കുമ്പോൾ ഓർമ്മ വരും. ഇത് കളിച്ചൊക്കെ ആദ്യം ഏതാ പാട്ട്. ഈ സമയത്ത് പാട്ടും അടിപൊളിയാ ഇങ്ങനത്തെ ഗെയിമിൻ്റെ ഒക്കെ. ആ സമയത്തുള്ള ഗെയിമിൻ്റെ അരി ഇതെല്ലാം ഗെയിമിന് അടിപൊളി പാട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ റോക്ക് ഇങ്ങനെ ചതിച്ച് ഷിറ്റ് കളി ചെയ്യാനായിന്. അപ്പോൾ ഇതാണ് അപ്പോൾ വന്ന ചേഞ്ചുകൾ. ഇപ്പം ഈ ഒരു സമയപ്പത്തിന് ഗെയിമായി മാറി. കാണാൻ നല്ല രസവും അത്യാവശ്യം കളിക്കാൻ നമുക്ക് ഇരുന്ന് കളിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഗെയിമായി മാറി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കളിച്ചാലേക്ക് പിന്നെ ഒരിക്കൽ കളിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഗെയിമുകളാണ്. അത് നമ്മൾ സ്റ്റോറിയിലാണ് കിടക്കുന്നതൊക്കെ. ആ ഒരു ഓർമ്മയും മെമ്മറീസും അതൊക്കെ ഈ ഗെയിമിലല്ലാണ്ട് വേറെ ഒന്നും തരാനില്ല. പ്രൈസസ് ഓവർ. സോ സഡനായിട്ട് ഇതാണ് അണ്ടർഗ്രൗണ്ട് 1. അപ്പം ഇനി നേരെ അണ്ടർഗ്രൗണ്ട് 2ലേക്ക് ഇരിക്കുമ്പോൾ ഇതവേ ഏത് വർഷം എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞേ ഞാൻ ഫോണിലൊക്കെ അറിയണേ. ജസ്റ്റ് ഒരു കൊല്ലം അടുത്ത കൊല്ലം 2004. സോറി 2 കൊല്ലം 2002 പറഞ്ഞേ. 2004 അണ്ടർഗ്രൗണ്ട് 2 ഇറങ്ങണേ. 2 വർഷം ഗ്യാപ്പ്. ഇപ്പം 2 വർഷം ഗ്യാപ്പിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്ന് നോക്കാൻ. ഇതിങ്ങനെ എക്സിറ്റ് ആവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അറിയുന്ന ഈ നാടും നാട്ടുകാരും എല്ലാവരും അറിയുന്നൊരു ഗെയിം ഇറങ്ങി. സോറി നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആ ഗെയിമാണ് മോസ്റ്റ് വാണ്ടഡ്. ഈ ഗെയിമാണ് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഡേറ്റ് പോലും എനിക്ക് നോക്കാമെന്ന് എനിക്കറിയാം. അത് ഇറങ്ങിയ വർഷം 2008. 4 വർഷത്തിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 4 വർഷം ഗ്യാപ്പ് ആയിട്ട് ഇറങ്ങണേ. എന്ന് വെച്ചാൽ ആ ഗെയിം ഇറങ്ങുന്ന സമയത്തേക്ക് 1 വയസ്സാണ്. അപ്പോൾ ആ ഗെയിമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ണിലേക്ക് ഇത് അടിച്ചിട്ട് അമ്മേ ഇത് കണ്ണിലേക്ക് അടിക്കും. തേങ്ങ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കഴിയില്ല. ആ ഓഫാക്കി കഴിഞ്ഞാൽ മുഖത്താണ് പൊടിക്ക് വെളിച്ചുമില്ല. കുടുങ്ങിയ അവസ്ഥയിലാണ് ഈ ഗെയിം അറിയാത്ത ധാരാളം. ആ ഇൻട്രോ കണ്ട പക്ഷെ ഇപ്പം ഇൻട്രോ ആണല്ല. ഇത് ഇനിയിപ്പം നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ പോകും. അതിപ്പോൾ HD സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ HD അല്ല, അപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ HD സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീനിൽ ഇത് HD ആയിട്ട് വരുന്നുണ്ട്. എല്ലാത്തേലും 480p ആണെന്നാണ് തോന്നിക്ക്. HD അല്ലെങ്കിൽ 480p അങ്ങനെ എന്താ. HDൻ്റെതായ 480p ആണല്ലോ അല്ലേ. അപ്പം കരിയർ മോഡ് വരുന്നുണ്ട്, ചലഞ്ച് സീരീസ് ഉണ്ട്, കിക്ക് റേസ് ഒക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കിക്ക് റേസ് ആണ് കളിക്കുന്നത്. കിക്ക് പ്ലേ, റാൻഡം റേസ്. റൈറ്റ് റേസ് എടുത്താലോ? റൈറ്റ് റേസ് എടുക്കാം. സർക്യൂട്ട് കണ്ട സ്പ്രിൻറ്റ്. റാൻഡായിട്ട് സ്പ്രിൻറ്റ് എടുത്ത്
വേറെ കളിക്കും. ട്രാഫിക് വേണ്ട, എന്നോട്ടെ കുറച്ചൊന്നോട്ടെ രസം. കാറ് സൂപ്പർ എടുത്താലോ? സൂപ്പർ എടുക്കാം. അയ്യ കളിക്കുക, എനിക്കിത് തീർക്കാനില്ല. ഈ കാർ എടുക്കാം, എന്നാ പിന്നെ എടുക്കാം. ഫോട്ടോ സൂപ്പർ എടുക്കാനില്ല. ഈ നൈട്രോ എങ്ങനെ അതിൽ യൂസ് ചെയ്യല് എനിക്ക് ഓർമ്മയില്ല. എന്നാ നൈട്രോ ചാർജ് ആവണം. ഏത് കാലം കളിച്ചാളേ, ഒന്നും പറയാൻ തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ കളിച്ചു പോണത്. ഞാൻ ഇതാന്ന് വിചാരിച്ചിട്ട് ആദ്യമൊക്കെ ഇരുന്ന് കളിച്ചത് മറ്റേ 2015 മോസ്റ്റ് വാണ്ടർ കഴിഞ്ഞു. പിന്നെ മനസ്സിലായത് എല്ലാവരും പറയണ മോസ്റ്റ് വാണ്ടർ എടുത്ത് കഴിഞ്ഞിന്ന്. കട്സീൻ അപ്പം ആദ്യമായിട്ട് വന്ന അണ്ടർഗ്രൗണ്ടിൽ തന്നെ ആവുന്നുണ്ട് കേട്ടാ. ഞാൻ പിന്നെ 2008 മുതൽ അങ്ങോട്ട് ഒരു ഇതൊന്ന് ഇത് ചെയ്യാത്തതെന്ന് വെച്ചാൽ, ഒന്നാമതൊന്നും എല്ലാത്തിനും സൈസ് അത്യാവശ്യം കൂടുതലാണ്. പിന്നെ എൻ്റെ കമ്പ്യൂട്ടർ സ്പെക്ക് അത്ര സീനല്ല. അപ്പോൾ ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇത്രയൊക്കെ താങ്ങുള്ളൂ. താങ്ങാൻ മറ്റൊക്കെ കളിക്കാൻ പറ്റുന്ന കുഴപ്പം വെച്ചാൽ ചൊറായിരിക്കും, ഒരു ലാഗും ഒക്കെ ആയിട്ട് തന്നെ വരും. എടാ ആ റൂണ്ട് കയറിയാൽ തന്നെയല്ലേ, ഞാൻ വലിയ റൂണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അതൊന്നും ഞാൻ ചെയ്യാത്തത്. ഞാൻ പാട്ടിനനുസരിച്ചില്ല. ഓടെ ഇറക്കാ തള്ളി കൊടുത്തിട്ട് പോണു ഞാനൊന്നും. എടാ കർമ്മ നോക്കിയിട്ട് കാര്യമില്ല. പക്ക കറങ്ങ കേട്ട് വണ്ടിയെ ടാക്സി പാട്ടെടുത്തിരിക്കാൻ രസമുണ്ട്. നടുകൂടെ പോയോ? ആ കൈ എടാ കമ്മാളെ, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് കഴിയാനായി ഉണ്ടാവുമല്ലോ സ്പ്രിന്റ്. അപ്പം ഇപ്പം ഗ്രാഫിക്കലി എന്തൊക്കെ ചേഞ്ച് ഒന്ന് ഞാൻ പറയാൻ തന്നെ അറിയാൻ മതിയാവും. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാ സാധനവും 3D ആയി മാറി. ഇതുവരെ ഉണ്ടെങ്കിൽ 2D സാധനങ്ങളൊക്കെ 3Dയിലേക്ക് ചേഞ്ച് ആയി മാറി. അപ്പോൾ അതാണ് ഏറ്റവും പറയാൻ മാത്രം വന്ന ഡിഫറൻസ് അതാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഒരു വണ്ടിയാ 2D ഇതാ ഒരു 2D ഇനി ഫുള്ള് ഉണ്ട്. ഇനി അതൊരു എന്താ പേപ്പർ കഷ്ണം വെച്ചാൽ ഇതിലൊക്കെ ഒന്ന് ഫുള്ള് 3D ആയി മാറി. ചുറ്റുമുള്ള ഒബ്ജക്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മരങ്ങൾ ഇങ്ങനത്തെ ഒക്കെ വണ്ടിയാണ്. 2Dയാ. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഒരു മരത്തിൻ്റെ ഒരു സൈഡൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ചൂണ്ടി കാണിച്ചത് നിങ്ങൾക്ക് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് മോസ്റ്റ് വാണ്ടഡ്. അപ്പോൾ ഇത് മാത്രമല്ല ആ ഒരു കാലത്ത് അവസാനം ഉണ്ടായ ഗെയിം, അത് കഴിഞ്ഞും വേറെ അടിപൊളി ഗെയിംസ് ഒക്കെ വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്ന ഗെയിംസിൽ ഇനിയുള്ളൊരു ഗെയിമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയ ഗെയിം എന്ന് വെച്ചാൽ കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. 2006. എടേ എനിക്ക് പറഞ്ഞ വർഷം മാറിപ്പോയടേ. മറ്റേ 2008 അല്ല കേട്ടോ, 2008 ഇറങ്ങിയ അവസാനത്തെ ഗെയിം വന്നിട്ടുണ്ട്. അണ്ടർ കവറാണ് 2008 ഇറങ്ങിയത്. സോറി, ഇത് നമ്മൾ മോസ്റ്റ് 2005 ഇറങ്ങി. നാണം കെട്ട്. എനിവേ 2006 ആ കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് കാർബൺ. ഇനി കാർബൺ കളിക്കാൻ പറഞ്ഞത്, ഇനി കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വേറെ പോകണ്ട. അപ്പം ഇതാണ് അപ്പം നമുക്ക് കാർബണിലേക്ക് കയറാം. അതിൻ്റെ ഇൻട്രോ അടക്കം. അപ്പോൾ ഈ ഇൻട്രോ കാണുന്നിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, സബ് ചെയ്യാത്ത കുറേ ഉണ്ടറിയാം, സബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഇത് ഞാൻ 2 പാർട്ട് ആക്കണമെങ്കിൽ 2 പാർട്ട് ആക്കട്ടോ. എന്താ അത്യാവശ്യം ലോങ് വെച്ചാൽ ഞാൻ മാക്സിമം ഒരു 10-15 മിനിറ്റിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പോൾ അതിനും കൂടുതലുണ്ടെങ്കിൽ ഞാൻ പാർട്ട് 2 ആക്കുന്നത്. അല്ലാതെ ശരിയാവില്ല. നിങ്ങളെന്തായാലും ഇരുന്ന് കാണുകയാലോണം. അപ്പോൾ അതാണ് കാർബൺ. സ്കിപ്പ് അടിച്ചാളാം, അത്ര ഇൻട്രോ ഉണ്ടായി. കാർബൺ ഈ HD ആണ്. HD കമ്പാറ്റബിൾ ഫോർ ഒപ്റ്റിമൽ ഗെയിമിംഗ്. അപ്പം HD യെസ്. ഓക്കെ യെസ്. കണ്ടിന്യൂ. കരിയറല്ല കിക്ക് റേസ് A to B സോളോ അൺറാങ്ക്ഡ് ഒക്കെ സെറ്റാണ്. കോർവെറ്റ് ഉണ്ട്, അതായത് കോണക്സാഗ് എടുത്താലാ എൻ്റെ ഫേവറേറ്റ് ഉണ്ട് കോണക്സാഗ്. ആരാ ഉള്ളല്ലേ? ഏത് കോണക്സാഗ് എടുക്കണം? ഇതെടുക്കണം. ബ്ലാക്ക് എടുക്കാം, കാണാൻ രസമാണ്. ഓട്ടോമാറ്റിക് അതൊക്കെ മതി. അല്ല ഇപ്പം എന്താ കിട്ടിയേ? നിസാനി. അപ്പം നിസാനാ വരുന്നത്. കൊണക്സാഗ് തന്നെയല്ലേ? ഡോഡ്ജ് ബാക്കിൽ നമ്മളിപ്പോൾ ഏതാ കൊണക്സാഗോ നിസാനോ? കൊണക്സാഗ് തന്നെ. അതെന്താ നിസാനിനെ പിന്നെ അനുസരിക്കുക മനസ്സിലായില്ല. അപ്പോൾ ഇതിലേക്ക് എന്താ ഇമ്പ്രൂവ്മെൻ്റ് വെച്ചാൽ നൈറ്റാണ്. മറ്റേ മോർണിംഗ് വേണ്ടി ഇത് നൈറ്റാണ് ഗെയിം. അത്രേ ഉള്ളൂ മെയിനായിട്ടുള്ള ഡിഫറൻസ് എടുത്തു പറയാൻ. ബാക്കി വലിയ ഡിഫറൻസ് ഒന്നും ഇതിൽ എടുത്തു പറയാനില്ല. പിന്നെ ഇതിൽ എന്താണ് വിഷ്വലി കുറേ സംഗതികളുണ്ട്. വിഷ്വൽ എഫക്റ്റ് ഒരുപാടുണ്ട്. മറ്റേ മോസ്റ്റ് വാണ്ടഡ് വെച്ച് നോക്കുമ്പോൾ ഈ വിഷ്വൽ എഫക്റ്റ് കുറേ കിടക്കുന്നുണ്ട്. പിന്നെ ഓപ്പൺ വേൾഡ് കുറച്ചും കൂടി വലിയ ഓപ്പൺ വേൾഡാണ്. അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. വലിയ ഇമ്പ്രൂവ്മെൻറ്റ് പറയുകയാണെങ്കിൽ റിഫ്ലക്ഷൻ ഇതൊക്കെ ബെറ്റർ ആയിരിക്കണം. അങ്ങനെയാണ് വരേണ്ടത് പൊതുവെ. അപ്പോൾ റിഫ്ലക്ഷന് മേ ബി എന്തെങ്കിലുമൊക്കെ ഇത്തിരി ബെറ്റർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ഇതിന് മുന്നത്തെ ചെയ്യുമ്പോൾ റിഫ്ലക്ഷൻസ് എന്നിവ തേങ്ങ ആ ക്യാമറക്കൊക്കെ വണ്ടി കണ്ടില്ല.
അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ എങ്ങനെ കാണിക്കുന്നത്? എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു കേട്ടോ. ഇതിലൊക്കെ എന്തോ പോയിന്റ് എന്തൊക്കെ ഓരോന്നും തലയിൽ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ ഉണ്ട് എന്തോ. എനിവേ ഈ റേസ് ഇപ്പോൾ ജയിക്കാനുള്ളതാണ് കാര്യം. അപ്പോൾ അത് നോക്കിയാൽ മതി. അതിനുള്ള കൂടെ പോകാൻ കഴിഞ്ഞില്ല. എടാ അതിനെ പൊട്ടിച്ചിട്ടാണല്ല, അത് പൊളിക്കാനുള്ളതാണ് ആ സൈഡിലുള്ള സാധനമോ അങ്ങനെ എന്തേലാണോ? ഞാൻ കാട്ടണേ തേങ്ങ എന്തൊക്കെ കാട്ടിക്കൂട്ടും. സ്പ്ലിറ്റ് ടൈം അതൊക്കെ എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തേലും കളിച്ചു നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടത്. ഈ ഗെയിമിനോട് യാതൊരു അറിവും എനിക്കില്ല. അങ്ങനെ കളി അപ്പോൾ അതൊക്കെ പൊളിക്കാനുള്ള ഗെയിം ആക്ച്വലി. യുവർ ക്രൂ വൺ നൈസ്. അപ്പോൾ ഇതിൽ ക്രൂവും പരിപാടിയൊക്കെ ഉണ്ട് തോന്നുന്നു. മറ്റേ ക്രൂ പരിപാടി ഉണ്ടോ എനിക്ക് അറിയില്ല. അപ്പം ഇതാണ് വൈദ്യുതി ഇതിൻ്റെ മാപ്പ് ഇട്ടു. എക്സ്ട്രാൻസ് ആയില്ല. അപ്പം ഇതാണ് നമ്മളെ കാർബൺ. പിന്നെ കാർബൺ കഴിഞ്ഞ് പിന്നുള്ള ഗെയിമാണ് പ്രോസ്ട്രീറ്റ്. പ്രോസ്ട്രീറ്റിന് കുറേ ഹേറ്റ് വന്നിനി. ഈ പ്രോസ്ട്രീറ്റിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് തന്നെയാണ് ഷിഫ്റ്റ് ഇറങ്ങി വന്നത്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഗെയിമാണ് കേട്ടോ ഷിഫ്റ്റ്. പ്രോസ്ട്രീറ്റ് എന്തെങ്കിലും കളിച്ചു നോക്കിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കളിച്ചു നോക്കാൻ പോവാണ്. പ്രോസ്ട്രീറ്റ് എന്താ പറയുക വെച്ചാൽ 2006 സെയിം വർഷം. സെയിം വർഷമാണ് അത് പ്രോസ്ട്രീറ്റ് ഇറങ്ങുന്നു. അല്ലല്ല സോറി, പ്രോസ്ട്രീറ്റ് 2000 ഒരു വർഷം ഗ്യാപ്പ് ഉണ്ട്. ഞാൻ വായിക്കുന്നത് തെറ്റിപ്പോണം തോട്ടും. അപ്പോൾ ഒരു വർഷം ഗ്യാപ്പ് ഉണ്ട്. 2007 വന്നത് പ്രോസ്ട്രീറ്റ്. അപ്പോൾ ഒരു വർഷത്തിന് ഗ്യാപ്പിന് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ല. ഇനി അങ്ങോട്ടുള്ള ഗെയിമിലൊക്കെ എന്താ വെച്ചാൽ വിഷ്വലി ഉള്ള ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഷിഫ്റ്റിലേക്ക് വന്നപ്പോഴാണ് വിഷ്വലും ഫിസിക്സും മൊത്തത്തിൽ മാറുന്നത് ആ സമയത്താണ്. അപ്പോൾ ഇവരെയുള്ള ഇനിയിപ്പോൾ 2 ഗെയിമാണ്, പ്രോസ്ട്രീറ്റും അണ്ടർ കവറും. അത് വലിയ ഡിഫറൻസ് വരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതുവരെയുള്ള റിവ്യൂ ചെയ്തവരെ. അപ്പം നമുക്ക് ആ ഗെയിമിലേക്ക് കയറാം. പ്രോസ്ട്രീറ്റ് അല്ലേ, ഞാൻ ചെറിയൊരു സ്ക്രീനായിട്ടാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് വരയ്ക്കായിരിക്കും കാണണേ. ആ സൈഡിലുണ്ടോ ഒരു വെട്ടിട്ട് എന്തൊരു മാതിരി ആ ഇന്ത്യയിൽ ഫുൾ സ്ക്രീൻ ആവാനായിട്ടുള്ള ഇഷ്യൂ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ഇടയില്ല. അതിന് അപ്പോൾ ഇതാണ് ഗെയിം. ഈ ഗെയിമിലേക്ക് വരുമ്പോൾ എന്താ മാറ്റം വരുന്നത് വെച്ചാൽ കുറേ ഷാർപ്പ്നെസ്, കുറേ വിഷ്വലിയാണ് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്. പിന്നെ വണ്ടീൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഇത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ട് അതൊരു ആക്ച്വലി വലിയ കാര്യം. അതിന് ശേഷമുള്ള ഗെയിമിലൊക്കെ അങ്ങനത്തെ ആ സംഗതി കാണാനുണ്ട്. തേങ്ങ ആ സൈഡിൽ കൂടെ എടുക്കാനാണ് നോക്കി, അവിടെ ഇടിച്ച് എനിക്ക് ആ കാരണം വെട്ടിച്ച് യൂട്ടൺ അടിക്കാണ്ട്. എടാ ഇത് ഗെയിം എനിക്ക് വേണ്ടി ബ്രേക്ക് അടിച്ച് തരുന്നുണ്ടേ. ആക്കെ എന്തത്ത് ഞാൻ കത്തിച്ചാണ്ട് പോകാൻ നോക്കിയാൽ കൊണ്ടിട്ട് ബ്രേക്ക് അടിച്ച് തരും. കുഴപ്പമില്ല, ഷിഫ്റ്റിൻ്റെ അത്ര പോരാ. ഷിഫ്റ്റ് ആണ് എൻ്റെ നിലവിലെ ഫേവറേറ്റ് ഗെയിം. നീഡ് ഫോർ ഞാൻ ഷിഫ്റ്റിൻ്റെ ഫാൻ. എനിക്ക് ഈ സർക്യൂട്ട് റേസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഗെയിമിലേക്കാണ് കാര്യമായിട്ട്. ബാക്കിയുള്ള എല്ലാ ഗെയിമിലും ചോദിക്കുക ഗെയിം ഷിഫ്റ്റ് നീഡ് ഫോർ സ്പീഡ് ആയത് ഇതിൽ. ബാക്കിയുള്ള ഓപ്പൺ വേൾഡ് ആ രീതി നോക്കുമ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നീഡ് ഫോർ സ്പീഡിനായിട്ട് ഇഷ്ടമുള്ള ഗെയിം ഫോർസ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ക്രൂ മോട്ടോ ഫെസ്റ്റ് എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇത്തിരി എനിക്കൊരു ഹരായിട്ട് തോന്നിയ ആ ഗെയിമൊക്കെ. നീഡ് ഫോർ സ്പീഡിൻ്റെ ഒരു വലിയ ഫാൻ അല്ലേ. പക്ഷെ പഴയ ഗെയിമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നീഡ് ഫോർ സ്പീഡിൻ്റെ. എന്നാൽ പിന്നെ ആ ഒരു സമയത്തുള്ള ഗെയിം കളിച്ച് ശീലമായിട്ടായിരിക്കും. ഞാൻ മറ്റേ PSP വെച്ച് കളിച്ചിരുന്ന ശീലമായിട്ടായിരിക്കും എനിക്ക് അത്. എനിവേ അങ്ങനെയൊക്കെ ഇതിന് ഈ ഗെയിമിലെ പിന്നെ വേറെ കാര്യമുള്ള എന്താ വെച്ചാൽ ടെക്സ്ചറൊക്കെ അത്യാവശ്യം നല്ല മാറിയിരിക്കണം. അതിന് വിഷ്വൽ എഫക്റ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. ഞാൻ ഈ ഗെയിം എന്താ ഫുൾ സ്ക്രീൻ ആവാത്ത എനിക്ക് അറിഞ്ഞു. ഇത് ഫുൾ സ്ക്രീൻ ആണ്, എന്തൊരു വിൻഡോഡ് മോഡാ, എന്ത് എങ്ങനെ ഇടിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് അങ്ങോട്ട് പോയി. ഷിറ്റ് യുവിൻ റിഫ്ലക്ഷൻസ് ഒക്കെ ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു റിഫ്ലക്ഷനിലൊക്കെ ഒരു FPS ഡ്രോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ FPS ഡ്രോപ്പ് ഫുള്ള് ഫിക്സ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല സ്മൂത്ത് റിഫ്ലക്ഷനൊക്കെ ആയിട്ട് കൊള്ളാം. പക്ഷേ എനിക്ക് ഫുൾ സ്ക്രീൻ ഇട്ട് കണ്ടില്ല, ഞാൻ റെക്കോർഡ് എടുത്ത് കട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ. എനിവേ അപ്പോൾ അതാണ് ആ ഗെയിം. ഇനിയിപ്പോൾ അടുത്ത ഗെയിം പറയണത് ഏതാണ്? ലാസ്റ്റ് ഗെയിമാണ് അണ്ടർ കവർ. ഇത് 2008 ഇറങ്ങിയ ഏറ്റവും അവസാനത്തെ നീഡ് ഫോർ സ്പീഡിൻ്റെ ഗെയിം. അത് കഴിഞ്ഞിട്ടുള്ള പിന്നൊക്കെ നെക്സ്റ്റ് ജെൻ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ്. ആ OG നമ്മൾ ലെവലിൽ ഗെയിമിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ വരെ ഉള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടില്ല. ഇതാണ് അവസാനത്തെ ഗെയിം അണ്ടർ കവർ പറഞ്ഞത്. സ്പീഡ് അണ്ടർഗ്രൗണ്ട് ഇൻട്രോ ആണ്. അപ്പോൾ ഈ ഒരു ഗെയിമിന് ശേഷമുള്ള എല്ലാ ഗെയിമും ഇത് വിൻഡോഡ് മുകളിലാണ് വന്നത്. എനിക്കത് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റുന്നില്ല. ഈ ഗെയിം ലാപ്പ് കിട്ടിയ PC കിട്ടിയ സമയത്ത് ഞാൻ കയറ്റി കളിച്ചു നോക്കി. ഗ്രാഫിക്സൊക്കെ ലോ ആവുന്നു, കൂട്ടാൻ ചെയ്യും. ഇതിപ്പോൾ റെക്കോർഡിങ്ങിലായിട്ടാവുന്നു ലോ. തേങ്ങ കഴിച്ചിര തേങ്ങ. അതെ എടാ, ഞാൻ കറക്റ്റ് തിരിയണ സമയത്ത് തിരിയണ തട്ടി കണ്ണടേ. അത് അങ്ങനെ തട്ടണ ചെയ്യും മര്യാദയ്ക്ക് പോവാം. എസ്കേപ്പ് ആട്ടെ. അപ്പോൾ ഇതിൽ റേസ് ഒന്നുമില്ല, ജസ്റ്റ് ആണ് കയറുമ്പം തന്നെ അങ്ങോട്ട് പോലീസും കൊലാവിലങ്ങളൊക്കെയാണ്.
അപ്പം ഇനി തേങ്ങ എക്സിറ്റ് ആവുക എന്നുള്ളതാണ്, എസ്കേപ്പ് ആവാനുള്ളതാണ് ഇനി പരിപാടി. എസ്കേപ്പ് ആവാൻ റെക്കോർഡിങ്ങിലായിട്ട് ലാഗ് ആവുന്നുണ്ട്. അതാണ് വലിയ ഡിഫോൾട്ടായിട്ട് ഗ്രാഫിക് എടേ റെക്കോർഡ് ഉണ്ടാക്കിയിട്ട് സിസ്റ്റം ലാഗ് ആവുന്നു. അപ്പോൾ പഴയ ഗെയിം, അപ്പം അതാണ് ആ ഗെയിം. അപ്പോൾ ഗ്രാഫിക്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ലോങ് ഗെയിം പ്ലേ എന്തായാലും ഇടുന്നില്ല. അതിനോട് സ്റ്റോറി മോഡിലേക്ക് പോവുകയാണ്, ഞാൻ സ്കിപ്പ് ചെയ്തിടാം. അപ്പോൾ ഇതൊക്കെയാണ് നീഡ് ഫോർ സ്പീഡ് 2008 ഗെയിമുകളൊക്കെ. ഇതിപ്പോൾ എത്ര മിനിറ്റ് ഉണ്ട് അറിയില്ല, ഞാൻ ഇപ്പോൾ കുറേ നേരമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര മിനിറ്റ് ഉണ്ടാവും അറിയാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ 2 പാർട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഞാൻ ഇതിൻ്റെ ഓരോ ഗെയിമിൻ്റെ ഗെയിം പ്ലേ ചെയ്താലൊന്നും എനിക്കുണ്ട്, മിക്കവാറും ചെയ്യാനുണ്ടാവില്ല. ഞാൻ പറഞ്ഞ് കണ്ടിട്ടുണ്ട്, അടിച്ചോളാം. എനിവേ ഇതിനോട് എന്താ അഭിപ്രായം എന്ന് പറയാം. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം, സബ് ചെയ്യാം. അപ്പം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക. അപ്പം ശരി എന്നാൽ.